വരെ അതിനുശേഷം സ്വയം ഭരണ ഇന്ത്യ ദേശീയ പതാകയായി മാറി. ഇന്ത്യയിൽ ഈ പതാക ത്രിവർണ്ണ പതാക എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരശ്ചീനമായി മുകളിൽ ചുവന്ന നിറവും നടുവിൽ വെള്ളയും താഴെ പച്ച എഴുത്തുകളാണ് ഇതിനുള്ളത്. മധ്യത്തിലായി നാമനിർദ്ദേശമുള്ള അശോക ചക്രവും അടയാളം എഴുതിയിട്ടുണ്ട്. വെള്ളയുടെ നടുക്കുള്ള വീതിയുടെ മുകൾ ഭാഗമാണ് അശോക ചക്രത്തിന്റെ വ്യാസം. പതാകയുടെ വീതിയുടെയും നീളത്തിന്റെയും അനുബന്ധ 2-3 ഇന്ത്യൻ കരസേനയുടെ യുദ്ധ പതാകയും കൂടിയാണ് ഇത്. ഇന്ത്യൻ കരസേനയുടെ ശിവസേനയുള്ള സേനാ വിന്യാസത്തിനും ഈ പതാക ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപീകരിച്ചത് പിൻകരി വെങ്കയ്യയാണ്. താമരയുടെ നിറം റോസാണ്. ശക്തി, ധൈര്യം, ശൗര്യം എന്നീ ഗുണങ്ങളുടെ പ്രത്യേകമായ റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. 1973 പ്രൊജക്ട് ടൈഗർ എന്ന പദ്ധതിയോടെയാണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ച ശില്പമാണ് അശോക സ്തംഭം. 4 സിംഹങ്ങൾ 4 ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഈ ശില്പം അശോകൻ ഉത്തർപ്രദേശിലെ സാരനാഥിൽ സ്ഥിതി ചെയ്യുന്നു. സ്തൂപത്തിന്റെ മുകളിലാണ് നീങ്ങിയത്. സ്തൂപത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള 24 ആഴക്കല്ലുകളുള്ള ഇന്ത്യൻ ദേശീയ പതാകയുടെ മതിലിൽ ചെയ്തിരിക്കുന്നത്. This is the Indian currency. The Indian currency is called Indian rupee. The symbol of the Indian rupee is this. It was issued and controlled by the RBI. There is a signature of RBI government. Hello കൂട്ടുകാരെ, എന്നെ നിങ്ങൾക്കറിയില്ലേ? കൊക്കിന്റെ പ്രത്യേകത അധിക പാടങ്ങളിലാണ് കാണപ്പെടുന്നത്. എന്റെ നിറം വെള്ളയാണ്. എനിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. നീല കഴുത്ത്, നീല കൂർത്ത്, കൊക്ക്, നീല കാലുകൾ, നീല വിരലുകൾ. ഞങ്ങൾ പറക്കുമ്പോൾ കൊക്കും തലയിൽ നീട്ടി പിടിച്ചാണ് പറക്കുന്നത്. ഇതൊക്കെയാണ് എന്റെ പ്രത്യേകതകൾ. വെള്ളത്തിന്റെ ആഴത്തിൽ നിന്ന് പോലും മീൻ പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയും.